ഇസ്രയേൽ രാജാവായ യൊരോബെയാമിന്റെ 27-ാം ആണ്ടിൽ യഹൂദ രാജാവായ അമസ്യാവിന്റെ മകൻ അസരിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. യെരുശലേംകാരിയായ അവന്റെ അമ്മയ്ക്ക് യഖല്യ എന്നു പേര്. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു. അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു. രാജകുമാരനായ യോഥാം രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തു. അസിരിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അസിരിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസരിയാവിന്റെ 38-ാം ആണ്ടിൽ യൊരോബെയാമിന്റെ മകനായ സക്കരിയാവ് ഇസ്രയേലിന് രാജാവായി ശമരിയിൽ 6 മാസം വാണു. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല. യാബേശിന്റെ മകനായ ശല്ലൂം അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. സക്കരിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവ യേഹൂവോട്, നിന്റെ പുത്രന്മാർ 4-ാം തലമുറ വരെ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് അരുളി ചെയ്ത വചനം ഇതാകുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. യഹൂദ രാജാവായ ഉസിയാവിന്റെ 39-ാം ആണ്ടിൽ യാബേശിന്റെ മകനായ ശല്ലൂം രാജാവായി ശമരിയിൽ 1 മാസം വാണു. എന്നാൽ ഗാദിയുടെ മകനായ മെനഹേം തിർസയിൽ നിന്ന് പുറപ്പെട്ട് ശമരിയിൽ വന്നു. യാബേശിന്റെ മകനായ ശല്ലൂമിനെ ശമരിയിൽ വെച്ച് വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. ശല്ലൂമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തിർസഹും അതിലുള്ള സകലവും തിർസ തൊട്ട് അതിന് ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി. അവർ പട്ടണവാതിൽ തുറന്ന് കൊടുക്കായികയാൽ അവൻ അതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെയൊക്കെയും പിളർന്നു കളയുകയും ചെയ്തു. യഹൂദ രാജാവായ അസരിയാവിന്റെ 39-ാം ആണ്ടിൽ ഗാദിയുടെ മകൻ മെനഹേം ഇസ്രയേലിന് രാജാവായി ശമരിയിൽ 10 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല. അശൂർ രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു. പൂൽ തന്നെ സഹായിക്കേണ്ടതിനും രാജത്വം തനിക്ക് ഉറയ്ക്കേണ്ടതിനുമായി മെനഹേം അവന് 1000 താലന്ത് വെള്ളി കൊടുത്തു. അശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രയേലിലെ ധനവാന്മാരോടൊക്കെയും 50 ശേക്കൽ വെള്ളി വീതം പിരിപ്പിച്ചു. അങ്ങനെ അശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. മെനഹേമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ പെക്കഹ്യാവ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസരിയാവിന്റെ 50-ാം ആണ്ടിൽ മെനഹേമിന്റെ മകനായ പെക്കഹ്യാവ് ഇസ്രയേലിന് രാജാവായി ശമരിയിൽ 2 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. എന്നാൽ അവന്റെ അകമ്പടി നായകനായി രമല്യാവിന്റെ മകനായ പേക്കഹ് അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. ഗിലെയാദ്യരിൽ 50 പേരെ തുണകൂട്ടി ശമരിയ രാജധാനിയുടെ കോട്ടയിൽ വെച്ച് അവനെ അർഗോബിനോടും അരിയോടും കൂടെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പെക്കഹ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദ രാജാവായ അസരിയാവിന്റെ 52-ാം ആണ്ടിൽ രമല്യാവിന്റെ മകനായ പേക്കഹ് ഇസ്രയേലിന് രാജാവായി ശമരിയിൽ 20 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. ഇസ്രയേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്ന് ഈയോനും ആബേൽ ബേത്ത് മയക്കയും യാനോവഹും കേദേശും ഹാസോരും ഗിലെയാദും ഗലീലിയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏലാവിന്റെ മകനായ ഹോശയ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അവനെ ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ 20-ാം ആണ്ടിൽ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പേക്കഹിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രയേൽ രാജാവായ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ ഉസിയാവിന്റെ മകൻ യോഥാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 16 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകൾ ആയിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ
രണ്ടാമത്തെ വാതിൽ പണിതു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തുനോക്കുകയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആ കാലത്ത് യഹോവ അരാം രാജാവായ റെസീനെയും രമലിയാവിന്റെ മകനായ പേകഹിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു തുടങ്ങി. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി.